എന്താ ടെലഗ്രാം? മദർ സീരിയസ്. ആരുടെയാ? ജോസ് എന്നൊരു പയ്യനല്ലേ, ആ കള്ളനോട്ട് കേസിലെ. ഓ, അവനെ അറിയിക്കണ്ടേ? അറിയിച്ചാലും എന്താ കാര്യം? പറഞ്ഞു വിടാൻ റൂൾസ് അനുവദിക്കുന്നില്ല. ഇവനൊക്കെ ഓരോ കാരണം പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലേ നമ്മുടെ പിള്ളേരുടെ ചോറ് പോകും. ഓ ഇതാ ജോസിന് കൊടുത്തേക്ക്. ജോസേ, നീ കരയല്ലേ? കഴിഞ്ഞ മാസം എന്നെ കാണാൻ വരുമ്പോ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. സാരല്ല, എല്ലാം മാറും. അസുഖം കൂടുതലാണെന്നല്ലേ എഴുതിയിട്ടുള്ളൂ. ചത്തു എന്ന് പറഞ്ഞ് കമ്പി അടിക്കാൻ പറ്റൂ? ചത്ത് കാണും. അതിന് ഇത്ര മോങ്ങാനത്തിരിക്കുന്നു. ചാകട്ടല്ല. ഇങ്ങനെയുണ്ട് ഒരു മുഷ്ക്. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. എനിക്ക് എന്റെ അമ്മച്ചിയെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റൂ. രാത്രി പോയി രാത്രി തിരിച്ചു വരാൻ പറ്റുമോ? മുത്തു, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ അമ്മച്ചിയുടെ ആത്മാവേ. എന്റെ അമ്മച്ചി മരിച്ചു ബാബു. ആര് പറഞ്ഞു? ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നമല്ല, ഞാൻ ശരിക്കും കണ്ടു. എങ്ങോട്ടാ പോകുന്നേ? പറയമ്മേ. നരകത്തിലേക്ക്. എന്തിനാ കരയണേ? ആസത്തെ മനുഷ്യന് ജീവിക്കാനും മരിക്കാനും വിടില്ല. നാശം. കക്ഷത്തിയിരിക്കുന്ന കളയാനും പാടില്ല, ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണമെന്ന് വിചാരിച്ചാ നടക്കത്തില്ല. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മതി. കണ്ടവരുടെ കൊച്ചിനെ ചുമക്കാനൊന്നും എനിക്ക് പറ്റില്ല. തല്ലി പൊളിക്കാണോടാ? ഇത് പൊളിച്ചാളന പരിപാടിയല്ലേ? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അടിച്ചെല്ലാത്തിനും നട്ടല് ഒടിച്ചാളെ. പോയിക്കണം തുടങ്ങിയടാ. മനസ്സില്ല മനസ്സില്ല മോനെ. കള്ള പട്ടികളെ, ഇന്ന് രാത്രി നിന്റെയൊക്കെ അവസാനമാണ്.
കിടന്നോ എല്ലാരും? ഇനിയും വരുമോ? വരട്ടെ. എന്തുണ്ടായാലും ആരും എഴുന്നേൽക്കണ്ട. ഉറങ്ങുപോലെ കിടന്നാ മതി. ചാവാൻ പേടിയുണ്ടോ? ഇതിനുള്ളിൽ കയറി നമ്മളെന്തെങ്കിലും ചെയ്താൽ വിടരുത്. തുറക്ക്, വേഗം തുറക്ക്. മതി മതി മതിയായിക്കോട്ടെ, വാ. കിടക്കണം അവിടെ. തല്ലുകൊണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ 3 പേരും അവർ 50 പേരുമാണ് സർ. അവർ 50 പേരും കൂടിയിരുന്നെങ്കിൽ നിങ്ങൾ തവിട് പൊടിയുണ്ടാവുമല്ലോ. ജീവനും കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സർ. ആരൊക്കെയായിരുന്നു പ്രധാനികൾ? ബാബുവും അവന്റെ കൂടെ 5-6 തെമ്മാടികളില്ലേ, അവരും. അവരെ നിങ്ങളെ ആക്രമിക്കാനുള്ള പ്രകോപനം എന്തായിരുന്നു? ക്രിമിനൽസ് ആണ് സാർ, അവർക്ക് എന്തിനാ പ്രകോപനം? തരം കിട്ടിയ കൊല്ലാനും മടിക്കില്ല. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മണി 9 ലാക്കപ്പ് ഇതുവരെയും തുറന്നിട്ടില്ല സർ. കിടക്കട്ടെ അവിടെ റാസ്കൽസ്. പ്രഭാത കൃത്യങ്ങളെല്ലാം ലാക്കപ്പ് മുറിക്കുള്ളിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ടാവും. വൃത്തികേടായിട്ടുണ്ടാവും. തുറന്നു വിട് സുഗുണ അവരെ. സ്റ്റാഫിനെ തല്ലിയാണ് നമ്മൾ എന്ത് നടപടി എടുക്കണം? സൂപ്രണ്ട് ആദ്യം അത് പറയണം. തന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ സൂപ്രണ്ട് കസേരയിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ. തീരുമാനങ്ങളൊക്കെ തന്റെ തന്നെയല്ലേ. ആ പത്രോസേ, താക്കോലെടുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒക്കെ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുക. രണ്ടും കഴിഞ്ഞിട്ടുണ്ടാവോ ആവോ. തുറക്ക്. ഇനി ആർക്കാടാ ഞങ്ങളെ തല്ലേണ്ടത്? ഞങ്ങളെ അടിക്കണോ നിനക്ക്? ഇവനെ ഒറ്റയ്ക്കൊരു സെല്ലിലടക്കേ. പകലും തുറന്നുവിടണ്ട. ആഹാരം ഒരു നേരം, ചത്തുപോകാതിരിക്കാൻ മാത്രം. പട്ടിണി കേൾക്കട്ടെ, അപ്പോഴേ പഠിക്കൂ. കൊണ്ടുപോ. നിങ്ങൾ 4 പേര് മാറി നിൽക്ക്. നീ മാറി നിൽക്ക്. ഇവരെ 5 പേരെ ഒരു സെല്ലിട്ടാ മതി. പകല് തുറന്നു വിട്ടോ, രാത്രി മാത്രം മതി ലോക്കപ്പ്. ഇന്നലെ ഞങ്ങളാണ് മർദ്ദിക്കപ്പെട്ടത്. ലോക്കപ്പുറന്ന് പെറ്റി ഓഫീസർ ഞങ്ങളെ തല്ലുകയായിരുന്നു. നോ, സംസാരിക്കണ്ട. ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. ഞങ്ങൾ തടവുകാരാണ്, പക്ഷെ അടിമകളല്ല. ഞങ്ങൾക്ക് സംസാരിക്കണം. കൊണ്ടുപോകല്ലേ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. അനിയന്മാരെ,
ചെയർമാൻ സാറ് നിങ്ങളോട് എന്നും സ്നേഹത്തോടെയല്ലേ പെരുമാറിയിട്ടുള്ളൂ അല്ലേ? ശരിയായോ? പിന്നെ നന്നായിട്ടുണ്ട്. നീ നല്ല പഠിക്കാറുണ്ടാവും തീർച്ച. ഓ, അച്ഛൻ്റെ കൂടെ മരപ്പണിക്ക് പോയാൽ മതിയായിരുന്നു. സർക്കാർ ഉദ്യോഗം മോഹിച്ചു വന്നത്. കാലത്ത് ഉച്ചയ്ക്കും വെള്ളം പോലും തന്നില്ല അല്ലേ? ചോറ് ഇത്രേ തന്നുള്ളൂ. ഇത് മതിന്നാ പറഞ്ഞേക്കുന്നേ. ജോസിന്റെ അമ്മ മരിച്ചു. ഇന്ന് അവന്റെ ഇളയപ്പം വന്നിരുന്നു. ജോസ് എത്തൂന്ന് കരുതി പിറ്റേ ദിവസം വരെ കാത്തോത്രേ. പാവം. നമ്മുടെയൊക്കെ ആരെങ്കിലും മരിച്ചാ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? എന്തിനാ കാണണേ? ആവശ്യമുള്ളവർ വേണ്ട സമയത്ത് കുഴിച്ചു മൂടിക്കോളും. ബാബു എന്താ ഇങ്ങനെ? എങ്ങനെ? മറ്റാരോടും വേണ്ട, സ്വന്തം അമ്മയോടെങ്കിലും ഇത്തിരി സ്നേഹം വേണ്ടേ? എനിക്ക് വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ കേൾക്കട്ടെ, എനിക്ക് മനസ്സിലാവില്ല. അച്ഛൻ, അമ്മ, സ്നേഹം എല്ലാം കള്ളത്തരാം. എല്ലാം എഴുന്നേറ്റ് പോണ്ടോ നീ? ബാബുവിന് ആരുമില്ല, അച്ഛനും അമ്മയും ആരുമില്ല. ഉണ്ടായിരിക്കും, പക്ഷേങ്കില് അച്ഛനെ കണ്ട ഓർമ്മയില്ല. അമ്മയെ നല്ല ഓർമ്മയുണ്ട്. ഒരു വലിയ വീട്ടില് അടുക്കളപ്പണിയായിരുന്നു. അവിടുത്തെ ആരെങ്കിലും ആയിരിക്കും അച്ഛൻ. അമ്മ അവനെ കളയാ ചെയ്തേ ഒരു ബസ് സ്റ്റാൻഡില്. കളയേ? അമ്മയ്ക്ക് മക്കളെ കണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇടയ്ക്ക് അമ്മയെ കാണാൻ ഒരു താടിക്കാരൻ വരണത് അവന് ഓർമ്മയുണ്ട്. അക്കാരനായിരിക്കും. അങ്ങേരുടെ കൂടെ അവര് പോയി. 3-4 കൊല്ലം പിച്ചക്കാരുടെ കൂടെയായിരുന്നു അവൻ. പിന്നെ ബാലമന്ദിരം, ഇവിടെ കുട്ടികളുടെ ജയിലിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇതൊക്കെ ആരും അവനോട് ചോദിക്കരുത് കേട്ടോ, കൊല്ലും അവൻ. ആരോടും പറയാത്തതാ. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി എന്നോട് പറഞ്ഞതാ. എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്താ നിങ്ങൾക്ക് ഉറങ്ങാറായില്ലേ? ഉറക്കം വരണ്ടേ എന്റെ സാറേ? എന്റെ അടുത്തല്ലേ നിങ്ങളുടെ കളി നടക്കുള്ളൂ. ഒത്തുങ്ങി വന്നേ. വേഗം കിടന്ന് ഉറങ്ങിക്കോ. ലൈറ്റ് ഞാൻ കിടത്താൻ പോവാ. എന്താ തെമ്മാടത്തിനെ കാണിച്ചിട്ടില്ലേ?
പട്ടിണി കിടക്കുമ്പോൾ പഠിച്ചോളും. ആ പോ പോടാ. എന്താ കഷ്ണം വേണോ? കഷ്ണത്തിരിപ്പം ഞാനവിടെ എന്താടാ ഇറങ്ങുന്നില്ലേ? ചോറിൽ ഈച്ച എത്തെടുക്ക. ഓ, ഒരു ഈച്ച ചത്തു വീണെന്ന് വെച്ച് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടടാ. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ കൊണ്ടുപോയി കളാ. പക്ഷെ വേറെ ചോറ് കിട്ടില്ല. വേണ്ട. ബാബു അത് കഴിച്ചോ? നീ ഉണ്ടില്ലേ? ഞങ്ങൾ 3 നേരം ആഹാരം കഴിക്കുന്നല്ലേ? നിനക്ക് അത്താഴം മാത്രമേ ഉള്ളൂ. വേഗാവട്ടെ, ആരെങ്കിലും കാണുന്നതിന് മുൻപ്. കഴിക്കേ. നിനക്ക് സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? ലാക്കപ്പിൽ കയറി പിള്ളേരെ തല്ലിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ. ഒരു കണക്കിനാ ഞാൻ അവരെ ലാക്കപ്പ് ചെയ്തത്. സമ്മതിക്കണം തന്നെ. സുഗുണം സാർ ഇല്ലായിരുന്നതുകൊണ്ടാണ് എല്ലാം കുഴപ്പമായത്. അയാളുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ചത്തേനെ. അവസാനം കൊലപാതകത്തിനെ ഞാൻ സമാധാനം പറയേണ്ടി വന്നേനെ. എന്റെ ബാഗും കൂടെയും ക്ലാസ്സിലാ, അതൊന്നും എടുക്കണമായിരുന്നു. താൻ ധൈര്യമായിട്ട് പോയെടുത്തോ. അവരൊക്കെ ലാക്കപ്പിലാ, പിന്നെന്തിനാ പേടിക്കുന്നേ? സാർ, എനിക്കൊരാഴ്ചത്തെ ലീവ് വേണം. എനിക്കും വേണം. എല്ലാവരും ലീവ് എടുത്താ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? ഞാനൊരു രാജിക്കത്ത് എഴുതി കൊടുത്തേക്കാം. എന്താ പോരെ? ഇന്ന് അത്താഴം വെക്കണോ? വേണ്ട, ഇനിയിപ്പോ ലാക്കപ്പ് തുറക്കണ്ട. ഞാനാ നൈറ്റ് ഡ്യൂട്ടി. എനിക്ക് വയ്യ പുലിവാലി പിടിക്കാൻ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലടോ. തനിക്ക് അങ്ങനെ പറയാം. താൻ പിള്ളേരെ സോപ്പിട്ട് പോക്കറ്റിലാക്കിക്കല്ലേ. അഡീഷണൽ ഡ്യൂട്ടിക്ക് 3-4 ഗാർഡ്സിനെ കൂടി തരാൻ സാറൊന്ന് എഴുതി നോക്ക്. ഞാൻ ഇതൊക്കെ പല പ്രാവശ്യം എഴുതിയതാ. തരാന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരുത്തിനും തന്നിട്ടില്ല. സൂപ്പർവൈസറുടെ പോസ്റ്റ് ഒഴിഞ്ഞിട്ട് കൊല്ലം 1 ദാ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ആര് വരാൻ? ഇപ്പൊ ഓർഡർ വന്നിട്ടുണ്ട്, വരുമാവോ?
വന്നിട്ട് എന്ത് ചെയ്യാനാ? 10-15 കൊല്ലം സർവീസ് ഉള്ള നമ്മൾ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നു. പിന്നെയാ ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരു ഡയറക്ടർ റിക്രൂട്ട്. ഈ ബഹളത്തിനിടയിലേക്ക് വന്നാൽ അയാൾ ഉള്ള ജീവനും കൊണ്ട് സ്ഥലം വിടും. ആരെങ്കിലും പിടിച്ച് വല്ല സബ് ജയിലിലേക്കും പോസ്റ്റിംഗ് വാങ്ങുകയുള്ളൂ. ഇങ്ങോട്ട് ആരും വരാൻ പോകുന്നില്ല.